മലപ്പുറത്തെക്കുറിച്ച് പറയാൻ കോൺഗ്രസിന് അവകാശമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തെറ്റായി പ്രചരിപ്പിച്ചെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. PV അൻവറിന്റെ ആരോപണങ്ങളെ ജനം വിലയിരുത്തുമെന്നും എം സ്വരാജ് തങ്ങളുടെ തലമുറയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്നും PA മുഹമ്മദ് റിയാസ് 24നോട് പറഞ്ഞു. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് കൂടി എത്തിയിരിക്കുകയാണ്. വലിയ ഫൈറ്റ്. അങ്ങയുടെ സമകാലികനാണ് സ്വരാജ്. സ്വരാജിനെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ UDF കേന്ദ്രങ്ങൾ വലിയ ആരോപണങ്ങളും ഉയർത്തി തുടങ്ങി. മലപ്പുറം ജില്ലയുടെ പരാമർശം, അങ്ങനെയുള്ള സാധനങ്ങൾ. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആകത്തുക ഇതുവരെ? അല്ല, രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ തലമുറയിലെ ഒരു പ്രതിഭ എന്ന് വേണമെങ്കിൽ സ്വരാജിനെ വിശേഷിപ്പിക്കാം എല്ലാ നിലയിലും. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, ഞങ്ങളെ ഒരു തലമുറയിൽ എല്ലാ നിലയിലും സ്വരാജ് മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യവും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സഖാവ് M സ്വരാജും വന്നതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കും. ഒറ്റ കാര്യം കൂടി, മലപ്പുറം ജില്ലയുടെ പരാമർശം അത് ഇപ്പോഴും വീണ്ടും അത് തന്നെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം, മലപ്പുറം വഞ്ചകർ എന്ന തരത്തിലുള്ള പരാമർശമാണ് ഇപ്പോഴും UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അവർ കളവല്ലേ പ്രചരിപ്പിക്കുന്നത്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയല്ലേ. മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയാൻ കോൺഗ്രസ്സിന് അവകാശമുണ്ടോ? മലപ്പുറം ജില്ല രൂപീകരണത്തിനെതിരല്ലായിരുന്നു കോൺഗ്രസ്. ആരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്? ഏത് ഗവൺമെൻറ് കേരളത്തിൽ ഭരണം നടത്തുന്ന ഘട്ടത്തിലാണ് മലപ്പുറം ജില്ലയെ പ്രത്യേകമായി പരിഗണിച്ചിട്ടുള്ളത്? അത് ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്താണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവരിപ്പോഴും അങ്ങേക്കെതിരെ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരുമോനിസം എന്നാണ് പറയുന്നത്. അല്ല, ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതിൽ വേറെ ഒന്നും പറയാനില്ല. അതായത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണമായി മുന്നോട്ട് പോട്ടെ. നന്ദി. ഷിജു ചവറയ്ക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24.